കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരബ്രഹ്മണേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ അത്ഭുത കഥകളും അത് ഭഗവാന്റെ പരമഭക്തന്മാരിൽ നിന്ന് മറ്റ് ഭക്തരിലേക്ക് പകർന്നു കൊടുക്കുന്നതിനൊപ്പം സത്യാന്വേഷികളായിട്ടുള്ള, അതായത് ഒരാശ്രമം എങ്ങനെ ആയിരിക്കണം എന്ന് ശരിക്കും ഭഗവാന്റെ ആശ്രമങ്ങൾ സന്ദർശിച്ചാൽ മനസ്സിലാവും. ഭഗവാൻ ആശ്രമം എന്ന് പറയുമ്പോൾ ആശ്രയിച്ച് വരുന്നവർക്ക് ഒരു അഭയ കേന്ദ്രം. അപ്പോൾ ഭഗവാന്റെ 3 ആശ്രമങ്ങളും അത്തരത്തിലുള്ളതാണ്. ഭഗവാൻ ജീവസമാധിയിൽ യോഗനിദ്രയിലിരിക്കുന്ന ചിന്താലയാശ്രമം, ഭഗവാന്റെ കർമ്മഭൂമിയായ 50 വർഷക്കാലം അദ്ദേഹം സ്വർഗ തുല്യമാക്കിയ അധ്യാത്മചിന്താലയാശ്രമം, അതുപോലെ നെയ്യാറ്റിൻകര ആലയിലാശ്രമം. അപ്പോൾ ഈ 3 ആശ്രമങ്ങളിൽ സന്ദർശിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും ഭഗവാന്റെ ചൈതന്യമൊത്ത ആശ്രമങ്ങളാണ്. ഇപ്പോൾ സത്യാന്വേഷികളായിട്ടുള്ളവർ ഒരു യഥാർത്ഥ ആശ്രമ അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു ആശ്രമം എങ്ങനെ എന്ന് മനസ്സിലാക്കാൻ സഹായകരമായി തീരും. അതേപോലെ തന്നെ ഭഗവാന്റെ ഭക്തരായിട്ടുള്ളവരെ പരസ്പരം പരിചയപ്പെടുത്തുകയും കൂടിയാണ് ഈ ചാനലിലൂടെ ചെയ്തു വരുന്നത്. ഓരോ ഭക്തന്മാരെയും അവരെ ചിലപ്പം കുറച്ച് പേർക്ക് അറിയാതിരിക്കാം, ചിലപ്പോൾ ആ പ്രദേശത്തുള്ളവർക്ക് അറിയാതിരിക്കാം, മറ്റ് ആശ്രമങ്ങളിലുള്ളവർക്കോ മറ്റ് ഭക്തന്മാർക്കോ അറിയണമെന്നില്ല. അവരെയും കൂടി പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഭഗവാന്റെ ചാനലായ ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ഹരികുമാർ ആണ്. അണ്ണൻ ശരിക്ക് കള്ളിക്കാട്ടിനടുത്ത് തന്നെ മൈലക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസം. എല്ലാവർക്കും അദ്ദേഹത്തിനെ, കള്ളിക്കാട്ടുള്ളവർക്കെല്ലാം സുപരിചിതനാണ്. കാരണം കഴിഞ്ഞ 38 വർഷമായിട്ട് ആശ്രമത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ, നാമജപത്തിലാവട്ടെ, അതുപോലെ മറ്റ് പ്രവർത്തന കാര്യങ്ങളിലാവട്ടെ ഒരു ശ്രദ്ധേയമായ സാന്നിധ്യമാണ് ഹരിയണ്ണൻ. അപ്പോൾ ഹരിയണ്ണനെയാണ് ഇന്ന് ഞാൻ പ്രേക്ഷകർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഈ തിരക്ക് എന്ന് പറയുന്ന എല്ലാ മനുഷ്യർക്കും തിരക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലും ഭഗവാന്റെ ചാനലിൽ വന്ന് സംസാരിക്കാൻ വന്ന അണ്ണനെ ഞാൻ ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പം ഭഗവാനെക്കുറിച്ച് ഒരുപാട് പറയാൻ കാണും, കാരണം ആശ്രമമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഭക്തർക്ക് വേണ്ടി സംസാരിക്കണം. ഓം
പരമഗുരുവേ നമഃ. എനിക്ക് ഭഗവാനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പം തന്നെ വാക്കുകൾ കിട്ടുവാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു അനുഭവമാണുള്ളത്. ഒന്നിലും വിശ്വാസമില്ലായിരുന്ന എന്നെ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിന് എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ പരമകാരുണ്യനാണ് അദ്ദേഹം. ഞാൻ ഈ ഈശ്വരനിലൊന്നും വലിയ വിശ്വാസമില്ലാതെ ഒരു കാലഘട്ടത്ത് തന്നിഷ്ടപ്രകാരം ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഈശ്വരനെക്കുറിച്ച് എനിക്ക് അറിയാവുന്നുള്ള എൻ്റെ അനുഭവങ്ങളൊന്ന് പറയുന്നതിന് വേണ്ടി എന്നെ ഇവിടെ ക്ഷണിച്ച ജയനാരായണന് ആദ്യമേ തന്നെ എൻ്റെ ആത്മാർത്ഥമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈശ്വരനെക്കുറിച്ച് എന്ത് പറയണമെന്ന് ചോദിച്ചാൽ എനിക്ക് മറ്റ് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് ഈശ്വരൻ്റെ സാമീപ്യം കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭഗവാന്റെ നടയിൽ കൂടെ കുറ്റിച്ചൽ കോട്ടൂർ പാതി, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ താമസിക്കുന്നത് കോട്ടൂരാണ്. ഞാൻ പല പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. അന്ന് ഇതല്ല ദേവങ്കോട്, പഴയ ഒരു ദേവങ്കോട്. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ആരോ ഒരാളിരിക്കും, പ്രത്യേകിച്ച് ഈ ആൾ ദൈവങ്ങളോട് അതിൻ്റെ വിവരക്കേടായിരിക്കാം, അല്ലാതായിരിക്കാം. എനിക്കൊരു അകൽച്ചയായിരുന്നു. ഈശ്വരനൊന്നും അങ്ങനെ ദൈവത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ജ്യേഷ്ഠന് പൂഴിനാട് നീറാഴി കോണത്ത് പുതുവീട്ടുമുറി കോളനിയിൽ ഒരു ഫാക്ടറി തുടങ്ങുകയും അവിടെ ഞാൻ ഒരു ജീവനക്കാരനായിട്ട് പ്രവേശിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് ആശ്രമവുമായി ബന്ധം ഉണ്ടാവുകയും അങ്ങനെ 1986 സെപ്റ്റംബർ മാസം 14-ാം തീയതി കന്നി 1 ചതയ നക്ഷത്രം 4-ാം ഓണം അദ്ദേഹത്തിൻ്റെ കണക്കിന് അവിടെ ഒരു അന്നദാനം എന്നോട് തൻ്റെ തലേന്ന് പറഞ്ഞു, നാളെ ഇങ്ങനെ ആശ്രമത്തിലൊരു അന്നദാനമുണ്ട്, നീ പങ്കെടുക്കണം. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു ആശ്രമ സന്ദർശനമാണ്. അണ്ണം പറഞ്ഞതുകൊണ്ട് ഒന്ന് പോവാം എന്ന് വിചാരിച്ച് ഞാൻ രാവിലെ ഇങ്ങനെ ഒരു 10 മണി കഴിഞ്ഞു, അപ്പോൾ 9:30-10 മണി. ഈ പറയുന്നതൊക്കെ ജയനാരായണന് അറിയാമെന്നുള്ള കാര്യമാണ്. ഞാനവിടെ വരുന്നു. ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ല. ഇന്ന് നമ്മുടെ പൂജ നടക്കുന്ന ആ സ്ഥലവും അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമം എന്ന് പറയുന്ന പഴയ പുൽക്കൂട് മേഞ്ഞ ആ സ്ഥലമാണുള്ളത്. ഇതിനകത്തോട്ട് കയറി വരണമെങ്കിൽ നമ്മുടെ ഈ മുഖമണ്ഡപത്തിൻ്റെ അവിടുന്ന് ഒരു പാലം തീർത്തിട്ടുണ്ട്. അതിലേക്ക് കയറി കറങ്ങി ഇപ്പുറത്ത് വരുമ്പോൾ ഒരു തടിപ്പാലം ഇട്ടിരുന്നു. അപ്പം ഞാനവിടെ ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ആരെയും കണ്ടില്ല. നിശബ്ദമായ ഒരു അന്തരീക്ഷമാണ് അവിടെ കണ്ടത്. ആരെയും കാണുന്നില്ല. എനിക്ക് ഇവിടെ തന്നെയോ ഇന്ന് അന്നദാനം ഉള്ളത് എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ അതിലേ നടന്ന് മുമ്പോട്ട് വന്നപ്പോഴാണ് ഈ ആശ്രമം. റോഡിൽ കൂടെ വരുമ്പം തന്നെ കാണാം, പക്ഷേ ഇത് അതിലെ കാരണം അന്ന് നമുക്ക് റോഡിൽ നിന്ന് ഞാൻ അകത്തോട്ട് കയറാനുള്ള സൗകര്യമൊന്നുമില്ല. ഞാൻ അതിലേ നടന്ന് വന്ന് ഇതിനകത്ത് കയറിയപ്പോൾ അവിടെയും ആരെയും കണ്ടില്ല. പക്ഷേ അതിനകത്ത് 2 പേരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആഹാരം പാകം ചെയ്ത് കൊടുക്കുന്ന ആ സ്ഥലത്ത് 2 പേരുണ്ടായിരുന്നു.
അവർ രണ്ടുപേരും എൻ്റെ അടുത്തൊന്നും മിണ്ടുന്നില്ല, എന്ത് വന്നെന്ന് പോലും ചോദിക്കുന്നില്ല. ഞാൻ അവിടെയൊക്കെ നിന്ന് പരവരാ നോക്കുന്നു, ഇത് ഇവിടെ തന്നെയാണ്, കാരണം ഒരു അനക്കവും ഇല്ലല്ലോ എന്ന് വിചാരിച്ചങ്ങനെ നിന്നപ്പോൾ അദ്ദേഹം പ്രാർത്ഥന നടത്തുന്ന, എനിക്കറിയില്ല അദ്ദേഹം പ്രാർത്ഥന നടത്തുന്ന, അങ്ങനെയൊന്നും എനിക്കറിയില്ല. അതിനകത്തുനിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഒരു ഒറ്റ മുണ്ടെടുത്ത് ഒരു ഒറ്റ മുണ്ട് തലയെ കൂടെ ഇങ്ങനെ കറക്കി, കണ്ണ് മാത്രം കാണാം, ഇങ്ങനെ ഒരു താടി, മുഖം മാത്രം ഇങ്ങനെ കാണാം. ഒരാൾ ഇറങ്ങി വന്നിട്ട് മടത്ത് കെട്ടിയിട്ടുണ്ട്. എൻ്റെ ചോദിച്ചു, എന്ത് പിള്ളേ വന്നതെന്ന് ചോദിച്ചു. ഇപ്പം സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു, വെറുതെ എന്തിനാ ഇവിടെ വന്നേ? ഞാൻ പറഞ്ഞു, വെറുതെ വന്നത്. എനിക്ക് അപ്പോഴും ഞാൻ മടത്തേട്ട് അവത്തിട്ടിട്ടില്ല. ഞാൻ മടത്തേട്ട് അവക്കുന്നത് എൻ്റെ അധ്യാപകരുടെ മുമ്പേയും എൻ്റെ അച്ഛൻ്റെ മുമ്പ് മാത്രമേ ഞാൻ മടത്തേട്ട് അവത്ത് ശീലിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീണ്ടും എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, വെറുതെ എന്തിനിവിടെ വന്നു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ജ്യേഷ്ഠൻ്റെ കണക്കിന് ഒരു അന്നദാനമുണ്ട്, അതിനിവിടെ വരണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനങ്ങനെ വന്നതാണ്. ഇവിടെ അന്നദാനമൊന്നുമില്ല, അതൊക്കെ അവിടെ. ഇപ്പം എന്തിനു വന്ന്? ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു സ്വാമി ഉണ്ടെന്ന് പറയുന്നു, അദ്ദേഹത്തിനൊന്ന് കാണണമെന്ന് വിചാരിച്ചു. ആര് പറഞ്ഞു ഇവിടെ സ്വാമി ഉണ്ടെന്ന്? ഇങ്ങനെ പൊതുവെ പറയുന്ന അണ്ണനും പറഞ്ഞു, ഇങ്ങനൊരു സ്വാമി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഇതാണ്. അപ്പോൾ ഈ രണ്ടു ഭാഗത്തുനിന്ന് രണ്ടുപേരും എന്നെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ അടുത്ത് ഒരു അപ്പോൾ ഈ തലയെ കൂടെ ഇട്ടിരുന്ന ഈ മുണ്ടിനെ എടുത്തിട്ട് തിരിച്ച് അതേപോലെ ഇട്ടുകൊണ്ട്, നമ്മളെയൊക്കെ ഇവിടെ കാണണം എന്തിന്, നമ്മളൊക്കെ എന്തൊരു സ്വാമി എന്നൊരു അങ്ങനെ ഒരു വാക്കാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. ഞാൻ അന്തം വിട്ടു. കാരണം ഈ സ്വാമിമാരെ കുറിച്ച് നമ്മൾ പടങ്ങളിൽ കണ്ടിട്ടുള്ളത്, അതേ എനിക്കുള്ള പടങ്ങളിലല്ലേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ വേറെ സ്വാമി വരെ നമ്മൾ കണ്ടിട്ടില്ല. ആള് ദൈവങ്ങളെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല, ഈശ്വരന്മാർ അങ്ങനെ ആളൊന്നും ഇല്ല. അത് കണ്ടപ്പോൾ ആ പറയുന്ന ആ വാക്ക് കേട്ടപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ മടത്ത് കെട്ടകത്തിട്ട് ഒന്ന് തൊഴുതു. എവിടെ നിന്ന് വരണമെന്നേ അടുത്ത ചോദ്യം. ഞാൻ പറഞ്ഞിങ്ങനെ മലയങ്കിഴി നിന്നാണ്, എൻ്റെ ജ്യേഷ്ഠൻ്റെ കണക്കിൽ നിന്നൂടെ ഒരു അന്നദാനമുണ്ട്. പട്ടാളത്തിൻ്റെ അനിയനാണോ? ഞാൻ പറഞ്ഞു, ഇവിടെ അല്ല കഞ്ഞിയൊന്നും വെത്തുന്നത്, അതൊക്കെ അവിടെയാണ്. എന്നിട്ട് അകത്തോട്ട് നോക്കി പറഞ്ഞു, പിള്ളേ ഇതിനൊരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുകയെന്ന്, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുകയെന്ന് ഈശ്വരൻ അകത്തോട്ട് നോക്കി പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു പയ്യൻ, ആരാണെന്നൊക്കെ അറിയാം, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു. ആ 26 വയസ്സിനകത്ത് ഞാൻ ഭൂമി മലയാളത്തിൽ കിട്ടിയിട്ടുള്ള ഏകദേശം അതൊരു രഹസ്യമായ കാര്യമാണ്. പല വെള്ളവും ഞാൻ കുടിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്ക് തന്ന ആ വെള്ളം കുടിച്ചപ്പോൾ ഒരു നീളമുള്ള ഒരു സ്റ്റീൽ ഗ്ലാസ്സിലാണ് അന്ന് വെള്ളം കൊണ്ടുവരുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വെള്ളം ഞാൻ കുടിക്കുന്നത്. ആ വെള്ളം കുടിച്ചപ്പോൾ എൻ്റെ ശരീരത്തിൽ കൂടെ ഒരു ഇലക്ട്രിക്കൽ എഫക്റ്റ്, ആ തൊണ്ടയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിനകത്ത്, എൻ്റെ ശരീരത്തിൽ അറിയാതെ ഒരു എനർജി ഉണ്ടായി. ഞാനത് കുടിച്ച് തീർത്തിട്ട് ഇതാ അവിടെ ഇറങ്ങി കഴുകി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ തോട്ടിനകത്ത് ഇറങ്ങി ഗ്ലാസ് കഴുകി കൊണ്ടുവന്ന് ഈ പയ്യൻ്റെ ഞാൻ കൊടുക്കും. എന്നിട്ട് എൻ്റെ പറഞ്ഞ് അവിടെയാണ്, അപ്പോൾ നീളമുള്ളൊരു ഷെഡാണ്, ഓല ഷെഡ്. ആ ഷെഡിൽ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ കുറേ ആൾക്കാരൊക്കെ ചക്കയൊക്കെ വെട്ടി മലക്കറിയൊക്കെ അരിഞ്ഞു. അവരാരും എനിക്കറിയില്ല, എന്നെ അവർക്കും അറിയില്ല.
ഞാൻ അവിടെയൊക്കെ ചെന്ന് കുറേ നേരം നിന്ന്. എനിക്ക് ഒന്നാമതൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഒരിടത്ത് പോകുമ്പോൾ ആരും നമ്മളെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് പരിചയമില്ലെങ്കിൽ പിന്നെ അവിടെ പിന്നെ നിൽക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെയായിരുന്നു. അങ്ങനെ നിന്നപ്പോഴാണ് ഒരാൾ ചോദിക്കുകയാണ്, ഒരു പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യൻ, താടി വളർത്തിയിട്ടുണ്ട്, എവിടുന്ന് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ മലയങ്കിഴെന്ന് പറയുന്നു. ഇവിടെ ഇങ്ങനെ അണ്ണൻ്റെ കണക്കിന് ഒരു അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞു. അതിങ്ങനെ ഓ ഗോമാസാറിൻ്റെ അനിയനാണെന്ന് പറഞ്ഞ അദ്ദേഹം ആരെന്ന് പോലും എനിക്കറിയില്ല. കൊച്ചുസ്വാമി അല്ല ആജ്ഞാനുസരണം മാധവൻകുട്ടി സാർ, അവിടുത്തെ സെക്രട്ടറി ആണെന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹം എൻ്റെ അടുത്തൊന്നും പറയുന്നില്ല. ഞാൻ അദ്ദേഹത്തിന് സംസാരിച്ചിട്ട് ശരി അപ്പം ഇങ്ങോട്ട് ഇരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നോക്കി അവിടെ ഇരിക്കാൻ. ഞാൻ എന്ത് ചെയ്തു, അവിടെ നടന്ന് വെളിയിലിറങ്ങി. എനിക്ക് വലിയ ഈ കണ്ടിട്ടൊന്നും എനിക്ക് തൊഴണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇതെൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുക. ഓ നമ്മളെയൊക്കെ ഇവിടെ കണ്ടിട്ട് എന്തൊരു കാര്യമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഈ കാവി ഒക്കെ ഉടുത്ത് കവചകുണ്ടലവും മെതിയടിയും ഇതൊക്കെയാണല്ലോ ഈ സ്വാമിമാരുടെ നമ്മളെ ദൃഷ്ടിയിലുള്ളത്. ഇവിടെ കണ്ടപ്പോൾ അതൊന്നുമില്ല, ഒരു സാധാരണ മനുഷ്യൻ. എന്നാലും ഒരു പൂർണ്ണമായൊരു വിശ്വാസമൊന്നും മനസ്സിലുണ്ടായില്ല. ഒരു 11 മണിയായപ്പോൾ കന്നിമാസം 1-ാം തീയതി ഒരു മഴയെന്ന് പറഞ്ഞാൽ മഴയ്ക്ക് പിറന്ന മഴയാണ്. സെക്കൻഡ് നേരം കൊണ്ട് തോട് നിറഞ്ഞു. നമ്മളിങ്ങനെ അകത്ത് കയറി നിൽക്കുക. എവിടെ ഈ നമ്മളെ ഈ ആഹാരം പെരയിൽ 12:30 മണി എന്തോ ആയപ്പോഴത്തേക്കും മഴ തോന്നും. ഇങ്ങനെ നമ്മൾ ആ സൈഡ് വാൾ കെട്ടിയിരിക്കുന്ന ആ സൈഡൊക്കെ ഇങ്ങനെ ചെളി നിറഞ്ഞു കിടക്കുകയാണ്. അന്ന് നമ്മൾ ആലിൻ്റെ അവിടെ മുതലാണ് ഇങ്ങനെ ആൾക്കാർ ഇരുന്ന് 2 സൈഡിലും കഞ്ഞി വെച്ചു. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഈ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അന്ന് എൻ്റെ അമ്മ വന്നിരുന്നു, അമ്മയും അച്ഛനും വന്നിരുന്നു. അമ്മയും അച്ഛനും അപ്പുറത്ത്, ഞാനിരിക്കുന്നത് ഇപ്പുറത്ത്. എനിക്ക് കിട്ടിയണമെന്ന് പറയുന്നത് ആമ്പഴ ചെളി ഇങ്ങനെ ഒഴിഞ്ഞ് പോലെയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഗ്ലാസ്കോ മുണ്ട് കൊടുത്ത ദിവസമാണ്. അണ്ണൻ്റെ ഫാക്ടറിയിൽ സ്റ്റാഫായി നിന്ന് തന്ന ബോണസ് എന്ന് പറഞ്ഞ പൈസയിൽ നിന്ന് നമ്മൾ ഭീമാ വള്ളി ചെന്ന് അവിടെ ചെന്നാലേ ഈ ഗ്ലാസ്കോ മുണ്ടൊക്കെ കിട്ടുള്ളൂ. അന്നത്തെ വില കൂടിയ മുണ്ടെന്ന് പറഞ്ഞാൽ ജമ്മിമാർ കൊടുക്കുന്ന മുണ്ടാണ് ഗ്ലാസ്കോ. സാധാരണക്കാരന് വെറും ക്വാറത്ത് മുണ്ടാണ് ഉള്ളത്. ഉടുത്തുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓണത്തിൻ്റെ 4 ഓണമല്ലേ. എനിക്ക് ഇരിക്കാൻ കിട്ടിയ നമ്മളെ പാലത്തിൻ്റെ സൈഡിലാണ്. ഇങ്ങനെ ചെളി നിറഞ്ഞിങ്ങനെ തോട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കണതാണ്. ഞാൻ അപ്പോഴുണ്ട് ഇലയും കൊണ്ട് ഒരു പയ്യൻ ആദ്യം ഒരു ഓല വട, അത് കഴിഞ്ഞിട്ടൊരു ഇല, പിന്നെ ഒരു പ്ലാവല കറണ്ട് ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ട് വരണം. എനിക്കും കിട്ടിയ ഒരു ഞാൻ നോക്കിയപ്പോൾ എവിടെ ഇരിക്കാൻ ചെളിയിൽ കയറി പുതിയ ക്ലാസ് കോമുണ്ട് നനഞ്ഞാൽ പിന്നെ എനിക്കങ്ങ് വീട്ടിൽ പോട്ടെ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ കയറി ഇതും വച്ചുകൊണ്ട് ആ ടാറിൽ ഇതും വച്ചുകൊണ്ട് ഞാൻ ഒരു കുത്ത വച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഈ മാധവൻകുട്ടി സാറ് അണ്ണ നേതൃത്വത്തിലാണ് പയ്യന്മാർ കുഞ്ഞിഞ്ഞ് കിടന്ന് ഇങ്ങനെ വിളമ്പി കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പം അദ്ദേഹം മുമ്പേയാണ് വരുന്നത്. എൻ്റെ 4ാമതിരിക്കുന്നതായൊരു ചേട്ടൻ, ചേട്ടനുണ്ട്, ചേട്ടത്തിയുണ്ട്, അമ്മയൊക്കെ അപ്പുറം സൈഡിൽ ഇരിക്കുക. അങ്ങനെ വന്നപ്പോൾ മാധവൻകുട്ടി സാറുണ്ടപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതിന് ഞാൻ വേണ്ട അത്രയും ചെളി. അത് സാരമില്ല, എല്ലാവരും ചമ്മണം മുറിഞ്ഞ് ആഹാരം കഴിക്കണം, ചമ്മണം മുറിഞ്ഞിരിക്കണം, മൂടിരുന്ന് കഴിക്കാമല്ല, ഇങ്ങനെ കുത്ത വെച്ചിരുന്ന് കഴിക്കണം. എനിക്ക് എപ്പോഴും തോന്നി വേണ്ട, എനിക്ക് പോവാം, മുണ്ട് ചീത്തയായി പോലെ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മനസ്സില്ലാ മനസ്സോടുകൂടി അവിടെ ഇരുന്നു. ഇന്ന് നമ്മളെ പാലത്ത് ചേർന്ന് ഇറങ്ങിയപ്പോൾ ആ കൈവരി കെട്ടിക്കുന്നു. ഇരുന്ന് മനസ്സില്ലാ മനസ്സോടുകൂടി തന്നെയാണ്. കാരണം വീട്ടിൽ പോകാൻ പറ്റില്ല, ചെളി അപ്പടിയും ചെളിയാവും. ഞാൻ കഞ്ഞി കുടിച്ച പാതി കുടിക്കാത്ത പാതി, എരിശോരിയും കഞ്ഞിയാണ് കുടിച്ച പാതി കുടിക്കാത്ത പാതി ഞാൻ ചാടി കഴിച്ചു.
എടുത്തിട്ട് ഇടത്തേ കൈ കൊണ്ട് മുണ്ട് തട്ടി നോക്കുകയാണ്. ചെളിയായിട്ടുണ്ട്, മണ്ണ്. അപ്പം ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ മൊത്തം തട്ടി നോക്കിയിട്ട് നനവില്ല. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പം എൻ്റെ ചെളി പിടിക്കില്ല, മുണ്ടിന് വലിയ വ്യത്യാസമൊന്നും കാണില്ല. അപ്പം എന്നിട്ട് ഞാൻ വിചാരിക്കുന്നതാണ്, അപ്പം നമുക്ക് അന്ന് ഒരു വണ്ടിക്കട ഉണ്ടല്ലോ, വണ്ടിക്കട താഴെ ആ തോട്ടിലേക്ക് ഒരു റാമ്പ് കെട്ടിയിട്ടുണ്ട്. അവിടെ ചെന്ന് നിന്ന് വെള്ളത്തിൽ നനച്ചു കൊടുത്തോണ്ട് പോവാം, വീട്ടിൽ പോകണ്ടേ. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ തട്ടി നോക്കിയിട്ടില്ല. എന്നിട്ട് ഞാൻ വിശ്വാസം വരാതെ വീണ്ടും ചെന്നിട്ട് ഈ വണ്ടിക്കടയിൽ അവിടെ ചെന്ന് നിന്നുകൊണ്ട് മുണ്ടാവത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും സാധാരണ നമ്മൾ തറയിൽ ഇരുന്നിട്ട് അടിക്കുമ്പോൾ അവിടെ ഒരു പൊടിയുണ്ടെങ്കിൽ നമ്മളെ മുണ്ടിൽ പൊത്തും. ഇത് മുണ്ടൊന്ന് നനയുകയോ ഒരു പൊടി അതിൽ തപ്പുകയോ ചെയ്തു. എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്, ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം. ഭഗവാന്റെ നടല്ല അന്ന് ആ പാലത്തേക്ക് എറിയുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആരൂഢത്തിലോട്ട് നോക്കി നിന്ന് ഞാനൊന്ന് തൊഴുതു. ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് ഇത്രയും വർഷമായിട്ടും എനിക്ക് അവിടെ നിന്നൊന്ന് തൊഴാനുള്ള അനുഗ്രഹം ഇതുവരെ കിട്ടി. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം, ആദ്യമുണ്ട്. അന്നു മുതൽ ഇന്ന് വരെ എനിക്കവിടെ വരാനുള്ള അനുഗ്രഹം ഈശ്വരൻ. എനിക്ക് മുമ്പ് വന്നിട്ടുള്ളവരും അവിടെ നിന്ന് പടിയിറങ്ങിയിട്ടുണ്ട്, എനിക്ക് ശേഷം വന്നിട്ടുള്ളവരും പടിയിറങ്ങിയിട്ടുണ്ട്. അതൊക്കെ അറിയാവുന്നുള്ള കാര്യങ്ങൾ. ആദ്യമായി ഞാനൊരു ഈശ്വരനെ കണ്ടു എൻ്റെ ജീവിതത്തിൽ അന്ന്. അതിനുശേഷം ഞാനൊരു നിത്യ സന്ദർശകനായി. ഈ നാമത്തിനൊന്നും ചെന്നിരിക്കില്ല, അങ്ങനൊരു അടുപ്പമൊന്നും അവിടെ ഇല്ല. ഞാൻ വരും, ഒന്ന് തൊഴും. പിന്നെ എനിക്കൊരു അത്യാഗ്രഹമായി. ഈശ്വരനെ ആദ്യം കാണണമെന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അങ്ങനെ ഒരു ദിവസം ഞാൻ വെളുപ്പാങ്കാലത്ത്, അദ്ദേഹം ആ കഥയൊക്കെ അറിയാമല്ലോ, ഞാനവിടെ ഒരു 5:15 അവിടെ എത്തിയപ്പോൾ ആരും തൊഴുന്നതിനും അത് കാണുമ്പോൾ എനിക്ക് ചെന്ന് കാണണം എന്നുള്ള അഭിപ്രായപ്പെട്ട് ഞാൻ ചെന്ന് അവിടെ ചെന്നു. അന്ന് ഫാക്ടറിയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ കിടക്കും രാത്രി, എന്നാലും കഴിച്ച് അവിടെ നിന്ന് വിടും. അല്ല തന്നെ ഒരു ദിവസം ഒരിടത്ത് തങ്ങിയിട്ടാണ് ഞാൻ ചെല്ലുന്നത്. എൻ്റെ ചോദിച്ച്, ഇപ്പം വരെ ഏത് ബസ്സുള്ളേ? നമ്മളിങ്ങനെ എനിക്ക് ഇപ്പോഴും വന്നാലേ എന്നെ കാണാവോ? അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും വന്ന് തൊഴും. ഈ വെളുപ്പാങ്കാലത്ത് നിന്ന് കഴിച്ച് അങ്ങനെയൊന്നും വരണ്ട. അതെനിക്കൊരു ഒരു കൊട്ടായിരുന്നു. എൻ്റെ സ്വഭാവ മാറ്റത്തിനുണ്ടായ ഒരു കാരണങ്ങളാണത്. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോഴൊക്കെ പലരും വന്ന് അദ്ദേഹത്തിന് ചുറ്റും കൂടിയിരുന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ എൻ്റെ മനസ്സിലും അറിയാതെ ഒരു ആഗ്രഹം തോന്നി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്ന് ഇങ്ങനെ കാര്യങ്ങൾ, ഇവിടെ ലോകകാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നതൊക്കെ കേൾക്കണമെന്നൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസവും നടക്കാറില്ല. ഞാൻ ചെല്ലും തൊഴും. അന്ന് അദ്ദേഹം ഇനി ഇപ്പുറത്തൊന്നും വന്നിരിക്കില്ല, നമ്മുടെ അതിനകത്തേ ഇരിക്കും. ആ തിട്ടപോലെ കെട്ടി എടുത്തായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഒരു, പക്ഷെ ഞാൻ വെളിയിൽ വന്ന് നിന്ന് തൊഴുതിട്ട് അങ്ങ് പോവും. പക്ഷെ എൻ്റെ മനസ്സിലിങ്ങനൊരു ആഗ്രഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നും ഇരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പോത്തങ്കോട്ടൊന്നും വലിയ അടുപ്പമൊന്നുമില്ല, അങ്ങോട്ടൊന്നും പോകില്ല. അങ്ങനെ ഇരുന്ന ഒരു ദിവസം ഞാൻ പോത്തങ്കോട്ട് ആശ്രമം ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് പോത്തങ്കോട്ട്. പിന്നെ ഞാൻ കൂടെയൊക്കെ പോത്തങ്കോട്ട്. അങ്ങനെ ഇരുന്ന ഒരു ദിവസം ഞാൻ അവിടെ ചെന്ന് പറയണേ, അടുത്തിരുന്ന് 1-2 പേര് ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല, പലരും അതിനകത്തിരുന്നു. അന്ന് വലിയ പരിചയങ്ങളൊന്നുമില്ല. ചിലരൊക്കെ ആഗ്രഹമുണ്ട്. അന്ന് താഴെയാണ് ഇരിക്കുന്നത്. എൻ്റെ അടുത്തിരിക്കണമെന്നും കാര്യങ്ങളൊക്കെ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിലൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾ ഇത് ഇവിടെ വരണത് എനിക്കറിയാം എന്തിനാണ് ഏതാണെന്നുള്ളത്. അതുകൊണ്ട് അടുത്തിരുന്നാലേ പറ്റുള്ളൂ. അങ്ങ് അല്ലേ ഇവിടെ ഇങ്ങോട്ടൊന്ന് ഇരിക്കുകയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹം ഇരുന്ന് ആ തിട്ടേര ഇപ്പം റൈറ്റ് സൈഡിൽ ഞാനിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ മാക്സിമം ഒരു 15 മിനിറ്റ് അത്രേ നിൽക്കുള്ളൂ. വേറെ ആഗ്രഹങ്ങളൊന്നും പറയാൻ എനിക്കില്ല.
ഭഗവാന്റെ മുമ്പ് എനിക്ക് വേറെ ആഗ്രഹങ്ങളൊന്നും പറയില്ല. അങ്ങനെ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് എനിക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം പോകും. പിന്നെ ഞാനിങ്ങനെ ഈ ഒരു വാക്ക് എൻ്റെ കയ്യിൽ കിട്ടിയോണ്ട് പിന്നെ അങ്ങനെ അടുത്തോട്ട് ചെന്നിരിക്കണമെന്നില്ല, ദൂരെ നിന്ന് തൊഴുതു. പിന്നെ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളുണ്ട്, കുറച്ച് ദിവസമൊന്നും പിന്നെ എനിക്കവിടെ വരാൻ കഴിഞ്ഞില്ല. വീണ്ടും ഒരു ദിവസം ഞാൻ അങ്ങനെ കിടന്നപ്പോഴാണ് എൻ്റെ വിവാഹം 93. അന്ന് എനിക്കൊരാഗ്രഹമുണ്ട്, ഈശ്വരൻ പറയുന്ന ഒരു പെൺകുട്ടിയൊക്കെ വിവാഹം കഴിക്കണമെന്നുള്ളത് ആഗ്രഹമുണ്ട്. പിന്നെ എന്തോ എൻ്റെ മനസ്സിൽ ഈശ്വരൻ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചൊരു ഈശ്വരൻ, ഒരു ഭഗവാൻ എന്നും പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് അപ്പുസ്വാമി എന്ന് പറയുന്ന അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഏത് ചൈതന്യമാണെന്ന് ചോദിച്ചാലൊന്നും പറയാനുള്ള ബോധമൊന്നും എനിക്കില്ല, പ്രത്യേകിച്ചില്ല. അതിലൂടെ ഇതൊന്നും പറയാനുള്ള കഴിവും എനിക്കില്ല. ഞാൻ അന്ന് ഇന്നും കണ്ടിട്ടുള്ളത്, ഇപ്പോഴും എൻ്റെ മനസ്സിൽ കാണുന്നതും ഈ ചൈതന്യം തന്നെയാണ്. എനിക്കതേ അറിയാം. കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണത്തിന് മുമ്പ് എനിക്കൊരു വീട് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയുള്ള വീട് വാങ്ങിക്കണം? നമ്മുടെ ആ ശിവക്ഷേത്രത്തിൻ്റെ നടന്നാണല്ലോ ഘോഷയാത്ര. അതെ. അതുകൊണ്ട് എനിക്ക് ഈ ഘോഷയാത്ര കാണാൻ സാഹചര്യം കിട്ടുന്ന അതിനടുത്തെവിടെയെങ്കിലും ഒരു വീട് വാങ്ങണമെന്നൊരു ആഗ്രഹം തോന്നി. എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എൻ്റെ കല്യാണത്തിന് മുമ്പായിട്ട് ചെരിഞ്ഞാങ്കോണത്ത് ഈ ശിവക്ഷേത്രത്തിന് തൊട്ടടുത്ത ചെരിഞ്ഞാങ്കോണത്ത് തുളസിപ്പിള്ള എന്നും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. വീരനാവുകാരന് അല്ല, മറ്റേ അരുവിക്കുഴിക്ക് അടുത്താണ്. അദ്ദേഹത്തിൻ്റെ വീട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ് എൻ്റെ ഒരു ബന്ധു ചെന്ന് സംസാരിച്ച് ആ വീട് എനിക്ക് അന്നത്തെ വിലയിൽ എനിക്ക് കിട്ടി. അങ്ങനെ വീടൊക്കെ വാങ്ങിച്ച് നന്നാക്കി ഇതെല്ലാം ചെയ്തു. അപ്പം ഞാൻ വീട് വാങ്ങാൻ പോണ കാര്യം ഭഗവാന്റെ അടുത്ത് പറയാൻ എൻ്റെ മനസ്സിലുള്ളൊരു ഭയങ്കരമാണ്. അന്നും ഞാൻ എൻ്റെ മനസ്സിൽ നേരത്തെ എന്ന് പറഞ്ഞാൽ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാറുള്ളത്. ഇദ്ദേഹത്തിന് പോക്കറ്റിനൊന്നും ചെയ്യാൻ എൻ്റെ മനസ്സിലാണ് പിന്നെ തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ ചെന്ന് ഇങ്ങനെ പറഞ്ഞു, ഭഗവാൻ എങ്ങനെയാണ് ഞാനൊരു വീട് അതെവിടെ? അതിങ്ങനെ ചെരിഞ്ഞാങ്കോണത്ത് തുളസിപ്പിള്ള ഇടപാടിൻ്റെ തല എന്നാണ് ഞാൻ പോകുന്നത്. അത് ഒരു ദിവസം കൊണ്ടാണ് ഇത് നടക്കുന്നത്. ആര്? തുളസിപ്പിള്ളേരെ തുളസി പോവാ. എനിക്കൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ. അപ്പോൾ ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയണതല്ല, പറയാൻ പാടില്ല എന്ന് പറയാൻ പാടുണ്ടോന്നും എനിക്കറിയില്ല. എനിക്കത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ആളാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും. അപ്പോൾ എനിക്കറിയാം, അദ്ദേഹത്തിന് അറിയാവുന്ന ആളല്ലേ. അപ്പം വീട് വാങ്ങിച്ചു, നന്നാക്കി. കല്യാണം കഴിഞ്ഞ് ഞാനും ഭാര്യയായിട്ട് പോത്തങ്കോട്ടാണ് പോകുന്നത്. അന്ന് പോത്തങ്കോട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. 93 ആഗസ്റ്റ് 19 എൻ്റെ വിവാഹം. ഞങ്ങളങ്ങനെ രണ്ടുപേരുമായിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു, വലിയ കാര്യമായി. വരാൻ നേരത്ത് ഒന്നും തരാനില്ല ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ വീട് പാലുകാച്ചും കൂടെ താമസം പറയുന്നു. ഒരു പിടി ധനം തന്നു. അത് എൻ്റെ വീടിൻ്റെ പട്ടിണി മാറ്റിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് അനുഭവിച്ചു. തൊടുന്നതെല്ലാം ഇതായിരുന്നു. പക്ഷേ പട്ടിണി അടക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, കുറേ സ്ട്രഗിൾ ചെയ്തു. പക്ഷേ അവിടെയെല്ലാം എൻ്റെ ഈശ്വരൻ എനിക്ക് താങ്ങുകയെന്നു. അങ്ങനെ ഒരു ദിവസം താമസിക്കുകയാണ്. മകൻ ജനിച്ചു. മകന് 1.5 വയസ്സ് ഉള്ളപ്പോഴാണ് ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ കിടക്കാം. വെളുപ്പാങ്ങൽ ഒരു 1 മണിയാവും. എൻ്റെ മുഖത്തൂടെ ഇങ്ങനെ ഒരു തീ ഇങ്ങനെ പടർന്നിങ്ങനെ പോകുന്നതായിട്ടിരിക്കുന്നത്.
ചൂട് എൻ്റെ മുഖത്ത് അനുഭവപ്പെട്ടു. ഞാൻ പെട്ടെന്ന് ഉണർന്നിട്ട് നോക്കിയപ്പോഴാണ് കിടന്നുറങ്ങുന്നു. ഞാൻ എണീറ്റിട്ട് 4 മണിക്ക് ഞാൻ എണീറ്റ് കുളിച്ച് റെഡിയായിക്കൊണ്ട് അമ്മ അന്ന് എൻ്റെ കൂടെ ഉണ്ട്. അമ്മയുടെ അമ്മ ഞാൻ ഇങ്ങനെ ഭാവാനം ഒന്ന് കണ്ടിട്ട് വരാം. അന്ന് അദ്ദേഹം ഇങ്ങനെയാണ് മക്കൾ പോയിട്ട് വന്ന് പറഞ്ഞു. അവൾ വീട്ടുകാരിടാൻ പറഞ്ഞു. ഞാൻ അന്ന് ഇവിടെ ഡാമിൽ നിന്നൊരു നിലമ്പങ്ങാട് ദിവസം രാവിലെ അതിൽ കയറി നിലമ്പങ്ങാട്ട് ഇറങ്ങി നിലമ്പങ്ങാട്ടിൽ നിന്ന് പോത്തങ്ങോട്ട് വന്ന് പുലന്തറ ഇറങ്ങി അന്ന് നടന്നാണ്. ചിലപ്പം പോത്തങ്ങോട്ട് ഇറങ്ങി ഞാൻ നടന്നു പോകും, ബസ് കാത്തിരിക്കില്ല. അന്ന് അതൊരു ഉത്സാഹം, അവിടെ പോകണം എത്തണമെന്നൊരു ആഗ്രഹം. ഞാനവിടെ വന്നു. അപ്പോൾ നേരത്തെ ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു 10 മണി 11 മണിയൊക്കെ കഴിയും. എന്തുള്ള രാവിലെ വന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു വെറുതെ ഇങ്ങോട്ടൊക്കെ കയറി ഇരുന്ന് കൂടിക്കൊള്ളിയെന്ന് പറഞ്ഞു. ഞാൻ ആ തിട്ടയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. വീണ്ടും എൻ്റെ ചോദിക്കണം എന്തുള്ളേ വന്നതെന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ പോയി കാപ്പി കുടിച്ചു വന്ന് വീണ്ടും അവിടെ വന്നിരിക്കുക. അപ്പോൾ ഞാൻ വെറുതെ അപ്പോൾ ആരെയൊക്കെ പ്രമുഖന്മാരവിടെ ഉണ്ട്. അപ്പോഴത്തേക്ക് എനിക്ക് ഇരിക്കാൻ വയ്യ. എൻ്റെ ഈ 2 കാലിൽ കൂടെ ഒരു തരിപ്പ്. നമ്മൾ കമ്പി പഴിപ്പിച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കും, ആ എല്ലിനകത്തൂടെ ഒരു തരിപ്പ്. പാലിന് ഇരിക്കുമ്പോൾ എനിക്ക് വേറെ കാല് വെച്ച് ഇങ്ങനെ കുത്തവച്ചിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കടിച്ചു പിടിച്ചിരുന്നപ്പോൾ വീണ്ടും എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് എന്ത് പിള്ളേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ സംഭവം പറഞ്ഞു. ഇങ്ങനെയാണ് കാലക്കേട് സമയത്തിന് അതൊക്കെ കാണിക്കും കേട്ടാ, അതൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു. ഊണ് കഴിച്ചു, ഞാൻ ഇനി പോന്നു. അതിൻ്റെ 3-ൻ്റെ അന്ന് എനിക്ക് മറ്റേ ഇവിടെ ഹോട്ടൽ പങ്കജിൻ്റെ ഇപ്പുറത്ത് ആരോമയുടെ സൈറ്റ് സൂപ്പർവൈസറായിട്ട് ഞാൻ നിൽക്കുകയാണ്. ആരോമ മണിയുടെ. ഞാൻ സെക്രട്ടറിൻ്റെ കോർണറിലുള്ള അവിടെ ചെന്ന് തട്ടുകടയിൽ ചെന്നൊരു ചായ കുടിക്കാൻ വേണ്ടി ഞാനിങ്ങനെ കടന്നു പോവുകയാണ്. ചെന്ന് ചായ കുടിച്ചിട്ട് ഇല്ല അങ്ങോട്ട് പോവുകയായിരുന്നു. പോയപ്പോഴാണ് ഒരു അംബാസഡർ കാറ് സെക്രട്ടറിൻ്റെ നമ്മളെ ബേക്കറിയിൽ നിന്ന് കയറി വരുന്നത്. ആ സൈഡിൽ കൂടെ വന്നിട്ട് ഒരു അംബാസഡർ കാറ് എന്നെ ഇടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഒരു 11 മണിക്കാന്ന് തോന്നുന്നു അപ്പുറത്ത് തട്ടുകടയിൽ ചെന്നൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയത്. നമ്മളെ ബേക്കറിയിൽ നിന്ന് നല്ല ആയുർവേദ കോളേജിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പാളയത്തോട്ട് പോകുന്ന ഒരു ബൈക്ക് വന്നു. ഒറ്റ ബ്രേക്ക് ഇട്ടു അയാൾ. അപ്പോൾ ഈ ഗ്ലാസ് കയറി എൻ്റെ ഇവിടെ മുട്ടി കയറി തട്ടിയില്ല, ഈ ഗ്ലാസിൻ്റെ കയറി തട്ടിയതേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കരമായ വേദനയൊക്കെ ഉണ്ടായിരുന്നു. കടന്നങ്ങ് പോയി. അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പോത്തങ്കോട്ട് വാഷ് ചെയ്യാൻ തുടങ്ങുന്ന ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ രാത്രി ഇങ്ങനെ കിടന്നുറങ്ങായിരുന്നു. മോനും മോളും കട്ടിൽ കിടക്കും, ഞാൻ തറയിലാണ് കിടക്കുന്നത്. അങ്ങനെ ഉറക്കിയപ്പോഴത്തേക്കും എൻ്റെ കയ്യിലൊരു തണുപ്പ് പോലെ അനുഭവം. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഒരു പാമ്പ് ഇങ്ങനെ പത്തിയും വെള്ളത്തിൽ വെച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ ചുറ്റി നിൽക്കുക. ഒരു 2 വളയം കയ്യിൽ ചുറ്റിയിട്ട് ഇങ്ങനെ തലയെടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുക. ഇത് ഞാനെങ്കിൽ കാരണം 2 അപ്പുറത്ത് കിടക്കുകയല്ലേ. ഇതെന്ത് ഞാൻ ഒരു സെക്കൻഡ് ഞാൻ സ്റ്റക്കായിട്ട് ഞാൻ പറഞ്ഞു ഭഗവാനെ ഇതെന്തരും എന്നിട്ട് അപ്പോഴാണ് അശയ കിടന്ന് അവളുടെ ഒരു സാരി ഊന്ന് തറയെ വീഴുന്നു. ഞാൻ ഓർമ്മ എനിക്കെന്തോ തോന്നിയതാണ്. ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് ഞാൻ ഒന്ന് തിരിച്ചപ്പോഴത്തേക്കും ഈ പാമ്പ് ചുരുളല്ല ഈ സാരിയിൽ വീഴുന്നു. ഞാൻ ഇതിനെല്ലാം കൂടെ വാരി ചുറ്റിയെടുത്ത് വെളിയിൽ കൊണ്ടുവന്നിട്ട് അന്ന് വീടിൻ്റെ അകത്ത് പൂശാൻ വേണ്ടി മണലിറക്കിയിരുന്നു. ഞാൻ അതിൽ കൊണ്ടുവന്ന് ഇങ്ങനെ സാരി കുടഞ്ഞപ്പോഴും അപ്പോൾ അതിനും പിന്നെ ഈ വിറവിന് വേണ്ടി മടൽ കീറി ഈ സൈഡിൽ ആ കിണറിൻ്റെ സൈഡിൽ വെച്ചിരുന്നു. അതിൽ നിന്നൊരു മടലും എടുത്തുകൊണ്ടാണ് ഞാൻ ഇതിനിങ്ങനെ കുടയുന്നത്. കുടഞ്ഞതും ഇത് വാല് കുത്തി തന്നെ ഒറ്റ അടിയോ അടിച്ചു കൊടുത്തു. അത്
അതൊക്കെ അങ്ങ് കഴിഞ്ഞു. നമ്മളെ വാർഷികം തുടങ്ങേണ്ട തലയ്ക്ക് തലേന്നാണ് രാത്രി 2 മണിക്ക് എൻ്റെ വീട് കയറി അടി നടന്നത്. അതായത് തൊട്ടടുത്ത വീട്ടിൽ വന്ന് വീട് മാറി എൻ്റെ വീട് കയറി ആക്രമിച്ചത് 10-16. അതായത് ഈ ട്രാക്സ് ജീപ്പ് ഇറങ്ങിയ സമയമാണ്. അത് എൻ്റെ അടുത്തുള്ള ഒരു കക്ഷിയുടെ ഒരു ഇഷ്യൂ ആയിട്ട് സംബന്ധിച്ചുള്ളതാണ്. പക്ഷേ അതിൽ വേറൊരു പ്രമേയം, അവൻ്റെ ഒരു ബന്ധുവായ ഒരു കക്ഷി എൻ്റെ വീട് മാറ്റി കാണിച്ചു കൊടുത്താണ് അവൻ്റെ വീട്ടിൽ കയറാതിരിക്കാൻ വേണ്ടി. എൻ്റെ വീട് അതൊക്കെ കാര്യങ്ങൾ എനിക്ക് ഇവന്മാർ വീടൊക്കെ കുത്തി തുറന്ന് കയറിയാണ് എന്നെ മർദ്ദിക്കുന്നത്. മർദ്ദിച്ചിട്ട് പിന്നെ അവർക്ക് മനസ്സിലായി. അപ്പോൾ എന്നെ അടിക്കുകയാണ്. ഒരുത്തർ ഇടിക്കട്ടോണ്ട് എന്നെ ഇടിക്കുന്നു, ഒരുത്തർ വടിവാളുകൊണ്ട് വെട്ടുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് വേറെ ഒന്നും പറ്റുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മനസ്സിലായി ഇത് വീട് മാറിയതാണെന്ന് പറഞ്ഞാൽ അവർ കളിയൊക്കെ അങ്ങ് പോയി. എനിക്ക് കിട്ടാനുള്ളത് വായിക്ക് വിചാരിച്ച് കിട്ടി. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ആറാട്ടുകുഴിയിൽ ശശിവൈദ്യൻ്റെ അവിടെ ചെന്നിട്ട് മരുന്നൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് നേരെ പോത്തങ്ങോട്ട് വാർഷികത്തിൽ ഭഗവാനൊന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഭയങ്കര ജനക്കൂട്ടം. പക്ഷെ അവിടെ ആരും ഇരിക്കാൻ അന്ന് സമ്മതിക്കില്ല. മധുവുണ്ട്, ഗ്രാമത്തെ മധുവുണ്ട്, സുരേഷുണ്ട്, ഇതിനുള്ള ചില ആൾക്കാരൊക്കെ അവിടെ നിന്നുണ്ട്. ഞാനും ചെന്ന് ഭഗവാനെ ചെന്ന് അപ്പോൾ അത് അവിടെ ഇരിക്കുന്നു. എന്നെ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് വെച്ച് വൃത്തിയാ കിട്ടിയാ ഉള്ളതെന്ന് വെച്ചു. ഞാൻ അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ നോക്കണം. ഇതിനെന്നൊരു രാത്രി 10-16 എണ്ണം എടുത്തിട്ട് വൃത്തിയായി ചാർത്തി. പക്ഷെ ആരുടെ ഒത്തിരി കൊള്ളാൻ ഞാൻ സമ്മതിച്ചില്ല. ഈശ്വരൻ പറഞ്ഞ വാക്കാണ്, ആരുടത്തിൽ കൊള്ളാൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആരുടത്തിൽ കൊള്ളാൻ സമ്മതിച്ചില്ല. ഇതിനൊക്കെ വല്ലതും എനിക്ക് കുറേ ചരുവത്തിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വരുത്തുന്നു. അതൊക്കെ ഞാൻ ഒരു കവറിലാക്കിക്കൊണ്ട് എൻ്റെ പിള്ളേർ കൊടുക്കാൻ വേണ്ടി ഞാൻ വന്നു. പിന്നെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, എനിക്ക് കൂടെ ഇങ്ങനെ ഇരിക്കുമ്പം കാണണമെന്ന് തോന്നും, ഞാൻ ഇനി പോരും, അല്ലാതെ വേറെ ആരെയും കൂട്ടുകയൊന്നുമില്ല. ഒരു 1-ാം തീയതി അദ്ദേഹം പോത്തങ്കോട്ടായിരുന്നു, ഞാൻ റേഷൻ കട മോഹനണ്ണനും കൂടെ. അപ്പോൾ ഞങ്ങൾ കള്ളിക്കട്ട് വന്നപ്പോൾ എൻ്റെ പറഞ്ഞു, ഞാൻ പോത്തങ്കോട്ട് പോകാമെന്ന് ചോദിച്ചു. പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ബുള്ളറ്റിൽ കയറി വരെയാണ്. അദ്ദേഹം പോത്തങ്കോട്ട് വന്നിട്ട് എന്ത് ചെയ്തു, ആ അടുത്തൊരു കടയിൽ ഒരു 10 കട ഉണ്ടെന്ന് തോന്നുന്നു, അവിടെ നിർത്തിയിട്ട് ഈ ശാമ്പ്രാണിത്തിരിയും സിഗരറ്റൊക്കെ വാങ്ങിച്ചു. എൻ്റെ കയ്യിൽ പൈസയില്ല. അപ്പോൾ മോനെണ്ണം തന്നെ അതെനിക്ക് മറക്കാൻ പറ്റില്ല. ഒരു വിൽസ് സിഗരറ്റും ഒരു അഗർബത്തിയൊക്കെ വാങ്ങിച്ചു തന്നു. അതുകൊണ്ടാണ് ഞാൻ പോണത്. അവിടെ ചെന്നു തൊഴുതു. അന്ന് കൈനീട്ടം തരുമല്ലോ. അതെ, കൈനീട്ടം തരുന്ന സമയത്തിനാണ് പറയണം, എന്നെ കാണാൻ വേണ്ടി പൊതിയൊന്നും വാങ്ങിച്ചു കെട്ടിക്കൊണ്ടൊന്നും നടക്കണ്ട, നിങ്ങൾക്കൊന്നും തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല, ഈ പൊതിയൊന്നും വാങ്ങിച്ചു കെട്ടിക്കൊണ്ട് നടക്കണ്ട, നിങ്ങൾക്ക് എപ്പോഴും ഈ പൊതിയില്ലെങ്കിൽ എപ്പോഴും വേണോ നിങ്ങൾക്ക് എന്നെ ഒന്ന് ഇവിടെ വരാം, നിങ്ങളാരും തടയൂലുള്ളേ എന്നൊരു വാക്ക് എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം സമാധിയാവുന്നവരെയും പല പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. ഞാനൊന്നും പിന്നെ ഒന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ല, ഒരു തിരുവല്ലും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടില്ല. കാരണം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുമ്പോൾ ഞാൻ പോകും, അല്ലാതെ ഒരു അതറിയാമല്ലോ. എന്തുകൊണ്ട് ഞാൻ പോകാത്തെന്ന് പറഞ്ഞാൽ, ഈ വരുന്നവരുടെയൊക്കെ ഈ ഭാരം ചുമക്കുന്ന അദ്ദേഹം, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ എന്തിനാണ് അവിടെ ചെല്ലുന്നതെന്ന് എന്നെക്കാളും അദ്ദേഹത്തിന് അറിയാമെന്ന് എനിക്ക് ഉത്തമം ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യവും, ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോഴല്ലേ ഞാൻ ഭഗവാനെ അത് മതിയല്ലോ, അത് തന്നെ അവിടെ ഏറ്റെടുക്കുകയല്ലേ. പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ എൻ്റെ മകനുണ്ടായ ഒരു അസുഖം. അവൻ ജനിച്ച് 1 മാസമായപ്പം മുതൽ അവനൊരു പനി വരാൻ തുടങ്ങിയത്.
മോന് ഏകദേശം 3 വർഷം ജനിച്ച് 4-5 വയസ്സ് വരെ ഇതിങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരുന്ന അവസാനം PNMൽ നിന്ന്, അതായത് അവിടെ കൊണ്ടുപോകും, ചികിത്സയ്ക്ക് വീട്ടിൽ വരും, രാത്രിയാകുമ്പോൾ വീണ്ടും പനി വരും. ഇങ്ങനെ നിരന്തരം എന്നായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട്. അവസാനം ഞാൻ സാൻ ജോസ് ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോയി ചികിത്സിച്ചു. അവിടെയും കൊണ്ട് അഡ്മിറ്റ് ചെയ്തിരുന്നു. അവസാനം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു ചെന്നൊരു എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇവൻ്റെ ലങ്സിലും ലിവറിലും കഫം എന്നുകൊണ്ടെന്നുള്ള നിറഞ്ഞു. ഒരു വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലായി. അവിടുന്ന് നേരെ എനിക്ക് SITയിലേക്ക് എഴുതുന്നു. ഡോക്ടർ നോയൽ നാരായണ സാർ, ചിൽഡ്രൻസ് സ്പെഷ്യലിസ്റ്റ് ഡയറക്ടറാണ് അന്നത്. അദ്ദേഹത്തിലേക്ക് എനിക്കൊരു കത്ത് വെച്ചു. ആര് നമ്മളെ എത്രയും പെട്ടെന്ന് അവിടെ കൊണ്ട് കഴിഞ്ഞാൽ കുമാരപുരത്താണ് അദ്ദേഹത്തിന് താമസിക്കുന്നത്. അവിടെ വീട്ടിൽ കൊണ്ട് കാണിക്കാൻ വേണ്ടിയാണ്. ഞാൻ നേരെ കുമാരപുരത്ത് കൊണ്ടുവന്ന് കത്തൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു. ഇതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ കാറിലാണ് പോകുന്നത്. മ്യൂസിയത്തിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ മകൻ വണ്ടിയിലെ സീറ്റിലൊരു ചവിട്ടിയിട്ട് അച്ഛാന്നൊരു വിളി വിളിച്ചപ്പോൾ എൻ്റെ സകല നാടിയും പോയി. ഞാൻ ഭഗവാനെ മനസ്സിൽ ഒരു വിളി വിളിച്ചു. അവിടെ നിന്ന് നേരെ പോയി കുമാരപുരത്ത് ഡോക്ടറെ കാണിച്ച ഉടനെ തന്നെ എന്താ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് SITയിൽ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവനെ SITയിൽ അഡ്മിറ്റായി. അവിടെ ചെന്ന് P3 എന്ന് പറഞ്ഞൊരു വാർഡിലാണ് എൻ്റെ മോനെ അഡ്മിറ്റ് ചെയ്തത്. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രി സർക്കാർ സ്ഥാപനങ്ങളൊന്നും കാണാത്ത ഒരാളാണ്. ജീവിതത്തിൽ സർക്കാർ സ്ഥാപനത്തിൽ ചിൽഡ്രൻസ് വാർഡ് കാണുന്നത്. അവിടെ ചെന്നപ്പോൾ തന്നെ എൻ്റെ മോൻ്റെ അസുഖമല്ല കൂടിയത്, എൻ്റെ വീട്ടുകാരിയുടെ അസുഖമാണ് കൂടിയത്. അവ ചെന്നപ്പോൾ എവിടെയാണ് യാതൊരു എത്തുമ്പോൾ ഇങ്ങനെ പിള്ളേർ കിടക്കുന്നു, തൊട്ടിലുകളുണ്ടല്ലോ, തൊട്ടിൽ ഇങ്ങനെ ഇടയിൽ കിടക്കുന്നു, തറയിൽ കിടക്കുന്നു ഒക്കെയാണ്. എൻ്റെ മോനെ ആദ്യം കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഡോക്ടറാണ് ആദ്യം നോക്കുന്നത്, കൺസൾട്ട് നമ്മൾ കയറി ചെല്ലിനടുത്തുള്ള. അത് കഴിഞ്ഞിട്ട് നേരെ P3 മുകളിൽ ഡോക്ടർ രാജ്മോഹൻ സാറ്, പണ്ട് കുട്ടികൾ മരിച്ച കേസിലൊക്കെ കക്ഷിയായവരാണ്. അദ്ദേഹമാണ് 6ാം ഈ രാജ്മോഹൻ സാറ്. ഞാൻ ചെന്നപ്പോൾ ഒരു ഡോക്ടറും 2-3 സിസ്റ്ററും ജൂനിയർ ഡോക്ടർമാർ ഇങ്ങനെ വളഞ്ഞു. രാത്രി 8 മണിയായി. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ഈ മോനെയും കൊണ്ടുവച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത്, ആരും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെയാണ് ഈ താഴെ എഴുതി തന്നെ നോയൽ നാരായണ സാറിൻ്റെ കത്ത് കണ്ടുകൊണ്ടാണ് ഉടനെ തന്നെ എൻ്റെ മോനെ അപ്പുറത്ത് കൊണ്ടുവന്ന് അവിടെ നിർത്തിക്കൊണ്ട് എന്നെ നോക്കിയിട്ട് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു തൂണിൻ്റെ സൈഡിൽ കിടന്ന ഒരു കുട്ടിയെ എടുത്ത് ഭേദമായത് ഉടനെ തന്നെ ആ കുട്ടിയുടെ രക്ഷകർത്താവ് ഒരു ഡോക്ടറെ അടുത്ത് കയറി ചോദിക്കാൻ പറഞ്ഞ്, നിങ്ങളുടെ മോന് ഇപ്പോൾ ഇത്തിരി ഭേദമുണ്ട്, ഇത് സീരിയസ് ആയിട്ട് വന്ന കുട്ടിയാണ്, അതിനെ അതിൽ കിടത്തണമെന്ന് പറഞ്ഞിട്ട്. ഇതിന് അത് അവിടെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. അവിടെയും ഞാനിത് പറഞ്ഞു വന്നത്, അവിടെയും ഈശ്വരൻ അല്ല, എനിക്കൊരു പരിചയമില്ല. അവിടുത്തെ ഏറ്റവും നല്ല ആ ഡോക്ടറെ. അതിനുശേഷം പിറ്റേന്ന് രാവിലെ ഇവിടെ കിടക്കാൻ വയ്യാന്ന് പറഞ്ഞു. പെണ്ണുമ്പിളക്ക് പറ്റൂല അത്. പിന്നെ ഞാനൊരു പേവാടെടുത്തു. അതെല്ലാം രാജ്മോഹൻ സാർ എന്നെ ചെന്നതല്ലേ, അവിടുത്തെ സീനിയറാണ് അദ്ദേഹം തന്നെയാണ് ചെന്നിട്ട് റൂം എടുത്ത് തന്നത്. ഇത് എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനില്ല. ഇതെല്ലാം കഴിഞ്ഞു, റൂം എടുത്ത്. അപ്പം അവിടുന്ന് എനിക്കൊരു ഗുളിക, നോയൽ നാരായണ സാർ ഒരു ഗുളിക എഴുതി തന്നു. സാഫക്സ് എന്ന് പറഞ്ഞൊരു ഗുളികയാണ്, കഫം അലിഞ്ഞു പോകാനുള്ള. ജർമ്മൻ മേഡെന്നാണ് എനിക്കറിയാവുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരു മറ്റേ നമ്മൾ TV വിയിലൊക്കെ ഇരിക്കുന്ന റെസിഡൻസിൻ്റെ അത്രയേ ഉള്ളൂ ഒരു ഇത്. അത് അന്തരീക്ഷത്തിൽ ഇരുന്ന പേപ്പറായിപ്പോവും. അങ്ങനത്തെ ഒരു സാധനമാണ്. ഫ്ലാസ്കിൽ ചെന്ന് വാങ്ങിച്ചുകൊണ്ട് വരണം. ഫ്ലാസ്ക് വെച്ച് തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്ത് വായിക്കാത്ത അങ്ങനത്തെ ഒരു സാധനമാണ്. അന്ന് തന്നെ 200 ചില്ലാൻ രൂപയായിട്ടാണ് ഒരു ഗുളികയുടെ വില. അതേ കൊടുക്കാവോ, അല്ലാതെ പിന്നെ എനിക്ക് അവിടെ നിന്ന് എഴുതി തന്ന ഒരു ഗുളിക, നൈസ് എന്ന് പറയുന്ന ഒരു ഗുളിക മാത്രമാണ് എൻ്റെ മകന് വേണ്ടി അവിടെ ചെന്നപ്പോൾ വാങ്ങിച്ചത് ട്രീറ്റ്മെൻറ്റ്. എനിക്ക് അന്ന് സാമ്പത്തികമായിട്ട് ഒക്കെ ഉള്ള ചെറിയ ചെറിയ ചുറ്റുപാടുകളുണ്ട്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ സാമ്പത്തികമായിട്ട് ടൈറ്റായി. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ചിലവറിയാമല്ലോ,
അന്ന് തന്നെ. അപ്പം ഞാനുണ്ട്, മോളുണ്ട്, വീട്ടുകാരുണ്ട്. വേറെ ആരെയും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തൊരു ഈശ്വരനെ ഞാൻ കണ്ടത് അവിടെ വെച്ചാണ്. ആരെയും സഹായമില്ല, ബന്ധുക്കളെയോ ആരെയും. കാരണം ആ ബന്ധുക്കൾക്കൊന്നും എന്നെ അപ്പോഴും നല്ല സ്നേഹത്തിലായിരുന്നതുകൊണ്ട് എല്ലാവരുമായിട്ടും നല്ല സഹകരണമായിരുന്നു. അതിൽ ഒരു ചേട്ടയുണ്ട് എൻ്റെ എന്തെങ്കിലും, പക്ഷേ അന്ന് സർവീസ് ആർമിയിലാണ്. ആരെയും സഹായമൊന്നുമില്ല. ഈ ഗുളിക തീർന്നു. ഗുളിക ഒരു ദിവസം പോലും മുടങ്ങാൻ പാടില്ല. എൻ്റെ കയ്യിൽ പൈസ, രാവിലെ കാപ്പി വാങ്ങിച്ചപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ എനിക്ക് അന്ന് പൈസ കിട്ടാനുണ്ട്. അതൊരു 10 മണിക്ക് കൊണ്ടു തരാമെന്ന് പറഞ്ഞു. ഗുളിക വാങ്ങിച്ചുകൊണ്ടൊന്ന് ഫ്രീസറിൽ കൊടുക്കണം, വൈകുന്നേരം തരാൻ. പിന്നെ ഉച്ചയ്ക്ക് ആഹാരം വാങ്ങിക്കണം. ഒരു നിവൃത്തിയുമില്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ നിന്നിട്ട് എന്ത് ചെയ്യാൻ? ആടെ ചോദിക്കുന്ന SITയിൽ ആരിരിക്കുന്നു? എനിക്ക് ബന്ധുക്കൾ ആരുമില്ലല്ലോ, പരിചയമുള്ളവരും ആരുമില്ല. അപ്പോൾ ഞാൻ സങ്കടപ്പെട്ട് ചെന്ന് കഥ തുറന്ന് വെളിയിറങ്ങിയപ്പോൾ നേരെ എതിരെ, ഞാൻ കഥ തുറന്ന് വെളി വന്നപ്പോൾ നേരെ എതിരെയുള്ള ഡോറ് തുറന്ന് ഒരാൾ വെളിയിറങ്ങി വരികയാണ്. എന്നെ ഞാൻ നോക്കിയിട്ട് എന്ത് മാഷ ഒരു അതിന് വിഷമിച്ച് നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, മനുഷ്യനെ കൊണ്ട് നടത്താനുള്ള വല്ല കാര്യമാണെങ്കിൽ പറയും, നമുക്ക് നോക്കാമെന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങനെ മോന് ഉച്ചയ്ക്ക് ആഹാരം വാങ്ങിക്കാനും ഗുളിക വാങ്ങിക്കാനും പൈസ വരാറുണ്ട്, പക്ഷെ പൈസ ഇതുവരെ എത്തിയില്ല, എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നിൽക്കുകയാണ്. ഇത്രയുള്ള കാര്യമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അകത്ത് പോയിട്ട് എനിക്ക് കുറച്ച് രൂപ എടുത്തുണ്ട്. ഞാൻ അപ്പം അന്നത്തെ കാര്യം മറ്റേ പൈസ വരുമല്ലോ, ഞാൻ ഇത്രയൊന്നും വേണ്ട, ഇരിക്കട്ടെ, ആശുപത്രിയില്ല, ആവശ്യങ്ങൾ വരും. അതാരെന്നോ എവിടുന്ന് വന്നതെന്നോ ഒന്നും ഞാൻ പരിചയപ്പെട്ടില്ല, ആദ്യമായി കാണുന്നതാണ്. എനിക്ക് 1 കോടി രൂപ കിട്ടിയ പ്രതീതിയായി. ഞാൻ ഉടനെ തന്നെ ചെന്ന് എൻ്റെ കുട്ടിക്ക് ആവശ്യമുള്ള ആഹാരവും മരുന്നും ഇതെല്ലാം വാങ്ങിച്ചു കെട്ടി വന്നു. വീട്ടുകാർക്ക് എല്ലാം വിശന്നിരിക്കുകയായിരുന്നു, കഴിച്ചു, ഇതെല്ലാം കൊടുത്തു. ഇത് കിട്ടി ഞാൻ ചെയ്ത് ഗുളിയെല്ലാം കൊണ്ടുവന്ന് സിസ്റ്ററെ ഏൽപ്പിച്ച്, അന്ന് റെസിഡൻസ് അവിടെ തന്നെ ഉണ്ട്, പേവാടല്ലേ, അവിടെ കൊണ്ട് കൊടുത്തിട്ട് അങ്ങനെ സന്തോഷിച്ച് നിന്നപ്പോഴാണ് എൻ്റെ പൈസ എനിക്ക് കിട്ടാനുള്ള പൈസ. ഞാൻ ഉടനെ തന്നെ ഈ പൈസ കൊണ്ടുവന്നു അദ്ദേഹത്തിന് ഏൽപ്പിക്കുകയാണ്. നമ്മൾ ഇരിക്കട്ടെ, നമ്മൾ അതല്ല സാറിനെ ഞാൻ സാർ എനിക്ക് അറിഞ്ഞു തന്നതാണ്. അപ്പം എൻ്റെ കയ്യിൽ പൈസ ഇനി എനിക്ക് വേറെ വിഷയമൊന്നുമില്ല, എനിക്ക് ആവശ്യമുള്ള പൈസ അതുകൊണ്ടൊന്ന് കൊടുത്തു. അങ്ങനെ 40 ദിവസം വരെ ഞാൻ ആശുപത്രിയിൽ അവിടെ വെച്ച് എനിക്ക് എൻ്റെ തമ്പുരാൻ പൈസ ആയിട്ട് അവിടുത്തെ ഏറ്റവും ഉയർന്ന ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഒന്നും 7 ലോകത്ത് പോകാനുള്ള യോഗ്യത എനിക്കില്ല, കണി കാണാൻ പോലും കഴിയാത്തവരുണ്ട്. പിന്നെ അവിടെ ഒരു ടെസ്റ്റിന് തന്നെ പറഞ്ഞാൽ അന്ന് അതെല്ലാം എനിക്ക് ആ ആശുപത്രിയിൽ നിന്ന് തന്നെ, കാരണം പേവാർഡ് എടുക്കുന്നവർക്ക് അവിടെ സൗജന്യമില്ല, പക്ഷേ അവിടുത്തെ ലാബിൽ തന്നെ അവിടെ ഒരു ഭയങ്കര ചിൽഡ്രൻസിൻ്റെ ഒരു ലാബുണ്ട്, 20 ദിവസം കഴിഞ്ഞ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും അവിടെ താമസിച്ചത്. റിസൾട്ടുകൾ എൻ്റെ ഒരു ജ്യേഷ്ഠത്തി അവിടുത്തെ ഹെഡ് നേഴ്സായിരുന്നു, എനിക്കതൊന്നും അറിയില്ല. എൻ്റെ മോനെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നപ്പോൾ ഇവർ അവിടെ ഇരിക്കുന്നു. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചേട്ടത്തിയാണ് നോക്കിയത്. ഈ ആശുപത്രി ഈ ലാബിൽ കൊണ്ടുപോകണത്, ഇഞ്ചക്ഷൻ എടുക്കാൻ ഡോക്ടർമാരുടെ അടുത്തെല്ലാം പറഞ്ഞ് എൻ്റെ പിള്ളയാണ് സാവിത്രി എന്നാണ് അവിടെ പേര്. അതൊന്നും എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് പേവാർഡിലെ ഹെഡ് എന്ന് പറഞ്ഞ മാനേജർ എന്ന് പറഞ്ഞത് എൻ്റെ കൂടെ പഠിച്ച മലയങ്ങളുള്ള മധു എന്ന് പറഞ്ഞൊരു. പിന്നെ എനിക്ക് അവിടെ പരിചയമില്ലാത്തവരും ആരും, പ്രത്യേകിച്ച് ഞാൻ ഈശ്വരന് തുല്യം കാണുന്ന ഡോക്ടർ രാജ്മോഹൻ സാർ, അദ്ദേഹത്തിന് എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അദ്ദേഹം ശ്രീഹരിതയാണ് താമസിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന് പൈസ കൊടുക്കാൻ വേണ്ടി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, എൻ്റെ ഒരു തെറ്റിദ്ധാരണ. അപ്പോൾ എൻ്റെ പറഞ്ഞു എനിക്ക് സർക്കാർ, സിമ്പിൾ മനുഷ്യൻ. ഞാൻ ചെന്നപ്പോഴത്തേക്കും മലക്കറിയുടെ മൂട്ടിൽ ഈ മണ്ണളകണ ഇത് വെച്ച് ഇങ്ങനെ കുത്തിയിരിക്കുക. ഞാനിത് പറഞ്ഞത് ഏതൊരു വിധമായ എന്നെ കൊണ്ടൊന്ന് ഈ ഒരു VIP ട്രീറ്റ്മെൻ്റ് ഒന്നും എനിക്ക് കിട്ടാനുള്ള യോഗ്യതയൊന്നുമില്ല. അവിടെയെല്ലാം മരുന്നായിട്ടും ധനമായിട്ടും ആഹാരമായിട്ടും വീടായിട്ടും വസ്തുവായിട്ടും
എനിക്കെല്ലാം എൻ്റെ ഈശ്വരൻ തന്നു. അതിനപ്പുറം ഇനി എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇന്ന് ഞാനിവിടെ ജീവിച്ചിരിക്കുന്നത് എനിക്കിവിടെ വരാനും ഭഗവാനെക്കുറിച്ച് 2 വാക്ക് പറയാനും സാഹചര്യം തന്നതും ഈശ്വരൻ തന്നെയാണ്. തീർച്ചയായിട്ടും. അല്ലാതെ എനിക്ക് ഇതിനല്ല. ഇനി അദ്ദേഹം എന്താണെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കറിയാം, വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയും, എനിക്കറിയാമെന്നുള്ള ഒന്നേ ഉള്ളൂ, സാക്ഷാൽ അപ്പുസ്വാമി അവർ മാത്രം. ഇത്രയാണ് എനിക്കത് പറയാനുള്ള സാഹചര്യം ഒരുക്കി തന്നതിന് ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ഇവിടത്തേക്ക് അറിയാമെന്നുള്ളതാണ്. മറ്റേ ജയനാരായണൻ്റെ മുമ്പ് ഞാൻ ഇതൊന്നും തന്നെ വിശദീകരിക്കേണ്ട കാര്യമില്ല. എല്ലാം എന്നെക്കാളും അറിയാമെന്നുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് ഇത്രയും ഒരു അവസരം ഒരുക്കി തന്നതിന് 100 കോടി നന്ദി ഞാൻ പറയുന്നു. അപ്പോൾ ഭഗവാനെക്കുറിച്ച് ഒരു കഥാരൂപത്തിൽ എന്നോണം ഇത്രയും സമയം ഭക്തർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അനുഭവ കഥകൾ ഒരുപാട് പറയാനുണ്ടെങ്കിൽ പോലും അനുഭവ കഥകൾ പങ്കുവച്ചു. എനിക്ക് കൊച്ചിലെ തൊട്ടറിയാം. അദ്ദേഹത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ് ഗോപകുമാർ സാറ്. അപ്പോൾ ഗോപകുമാർ സാറ് ആർമി ഓഫീസറായിട്ടൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ കിട്ടിയ പൈസയൊക്കെ കൊണ്ട് അദ്ദേഹം ഒരു സ്ഥാപനം തുടങ്ങി. കുറേ പേർക്ക് ജോലിയാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ജാഗോ റബ്ബേഴ്സ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. എന്തുകൊണ്ട് ജാഗോ റബ്ബേഴ്സിനെ അറിയാമെന്ന് ചോദിച്ചാൽ ഞാനും കുറച്ച് ദിവസം അവിടെ ജോലി ചെയ്തു. ഇപ്പോൾ ഹരിയാണനൊക്കെ അവിടെ ഉള്ള സമയത്ത്, ഞാൻ ആശ്രമത്തിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ദിവസം അവിടെ ജോലി ചെയ്യാൻ പോയതിൻ്റെ പ്രധാന റീസൺ, എൻ്റെ ഒരു ഫ്രണ്ട് ശേഖരൻ നായർ എന്ന് പറഞ്ഞ് ഒരാളുണ്ട്. അപ്പോൾ ഈ ജാഗോ റബ്ബേഴ്സിലെ റബ്ബർ പ്രോസസ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റാണ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൽ ജോലി കിട്ടാനായിട്ട് ഉള്ള ഒരേ ഒരു സർട്ടിഫിക്കറ്റ്. അതിന് ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ ഒക്കുള്ളൂ. അപ്പോൾ ഇവിടെ ആപ്പടെ ഈ ജാഗോ റബ്ബേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ആ ഒരു സ്ഥലം ഉള്ളൂ നമ്മളെ പരിചയത്തിൽ. അങ്ങനെ ഈ ശേഖരൻ നായരും ഞാനും എല്ലാം കൂടി ജോലി ചെയ്ത് അവിടെ പോയി ജോലി ചെയ്ത് കുറച്ച് ദിവസം ജോലി ചെയ്തുള്ളൂ. സർട്ടിഫിക്കറ്റൊക്കെ തന്ന്. അപ്പോൾ ശേഖരൻ നായർക്ക് ആ സർട്ടിഫിക്കറ്റും ഉണ്ട്, ജാഗോ റബ്ബേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റും ഉണ്ട്. ലാറ്റക്സിൽ കയറി ഇന്നും അവിടെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. പെൻഷനായല്ലേ? സർവീസ് ചെയ്ത് നല്ല ഉയർന്ന നിലയിൽ എത്തിച്ചേർന്നു. മറ്റേത് എനിക്കറിയില്ല. എത്തിച്ചേർന്നു. നല്ല ഞാൻ ഇടയ്ക്ക് കണ്ടപ്പോൾ നല്ല ഉയർന്ന് എത്തിച്ചേർന്നു. പക്ഷേ എനിക്ക് ഞാൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ ശരിക്കും ജോലിക്കൊന്ന് അതിന് വേണ്ടി പിന്നെ ബാക്ക് നടന്നില്ല. അത് വേറൊരു വഴിയിലേക്ക് ഞാൻ തിരിഞ്ഞു പോയതുകൊണ്ട് പിന്നെ ജോലിക്ക് പോയില്ല. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് തന്നത് അവിടെ നിന്നാണ്. അതുകൊണ്ട് ഹരിയാണ എനിക്ക് വളരെ കൊച്ചില്ല. കാരണം അന്ന് അവിടെ പോകുമ്പോൾ നമ്മളെയൊക്കെ ബോസാണ് അവിടെ. കാരണം അത് മുതലാളിയല്ല അനിയായി, പിന്നെ അവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളതൊക്കെ എല്ലാ പരിഗണനയും വെച്ച് ഞങ്ങളൊക്കെ അവിടെ പിള്ളേർ സെറ്റാണ്. അപ്പം ഞങ്ങൾ ചെന്ന് ഒക്കെ നമുക്ക് വേണ്ട സപ്പോർട്ടെല്ലാം അവിടുന്ന് ചെയ്തു തരികയും, ഭയങ്കര പാടുള്ള ഒരു പണിയാണ്. കാരണം കരി എന്ന് വെച്ചാൽ മൊത്തം തിന്നണ കരി എന്ന് പറയാം. അത്രയ്ക്ക് തിരിച്ചിറങ്ങി വരുമ്പോൾ വെളുത്ത നമ്മൾ വേറെ ഏതോ ലോകത്തു നിന്ന് വന്ന ജീവിയായിട്ട് മാറും. അന്യഗ്രഹ ജീവിയായിട്ട് തിരിച്ചിറങ്ങി വരും. പിന്നെ അന്ന് സോപ്പ് വാങ്ങിച്ചാൽ നമുക്ക് തികയില്ല. ഒരു സോപ്പൊന്നും കൊണ്ട് തികയില്ല. ലൈവേഴ്സ് സോപ്പ് വാങ്ങിച്ച് കുളിച്ചാൽ പോലും ദേഹം അത്രയും. പിന്നെയും നമ്മൾ മൂക്കൊക്കെ തുണിക്കുമ്പോഴോ ചെവിക്കകത്ത് നോക്കുമ്പോഴോ കരിയായിരിക്കും. അത്ര ഒരു പണിയായിരുന്നു. കുറച്ച് ദിവസം ആയിരുന്നു, എന്നാലും വളരെ ഡേഞ്ചറായിട്ടുള്ള പണിയായിരുന്നു. പാവം സാറ് കൊടുക്കുക ആ സ്ഥാപനമൊക്കെ വളരെ അദ്ദേഹത്തിന് നല്ല മനസ്സോടി തുടങ്ങിയെങ്കിലും ഭയങ്കര നഷ്ടത്തിലേക്ക് പോയി. പിന്നെ അദ്ദേഹത്തിനെയൊക്കെ പറ്റിച്ചിട്ട്, അദ്ദേഹം ഒരു പട്ടാള ഓഫീസറാണ്, അദ്ദേഹത്തിന് കള്ളത്തരമൊന്നും അറിഞ്ഞുകൂടാ. അദ്ദേഹം സർവീസ് ഇരുന്നെല്ലാം ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ വേളയിൽ അദ്ദേഹത്തിനെ കൂടി സ്മരിക്കാതെ പോകുന്നത് ഉചിതമല്ല. കാരണം അത്രയും പണ്ട് തൊട്ടുള്ള ബന്ധം. അതുകൊണ്ടാണ് ഹരിയണ്ണൻ പലപ്പോഴും പറയുമ്പോൾ ജയനാരായണൻ അറിയാം എന്ന് പറയേണ്ട കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് തൊട്ടേ അറിയാം. അങ്ങനെ ആ കമ്പനിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അണ്ണൻ കള്ളിക്കാട് രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ആശ്രമത്തിൽ ആദ്യമായിട്ട് വരുന്ന സമയത്ത് വെള്ളം കൊണ്ട് കൊടുത്ത ഞാനായിരിക്കും. കാരണം അന്ന് സ്വാമിയിലടുത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ സ്വാമിയിലടുത്ത് നിൽക്കുന്ന ആളാണ്. ഭഗവാന് ആഹാരമൊക്കെ വയ്ക്കുകയും കൂടെ നിൽക്കുകയും ചെയ്ത. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും സമയം പഴയ കാര്യങ്ങളിലേക്ക് നമ്മളെ കൂടി വലിച്ചുകൊണ്ട് പോയ ആളാണ്. അപ്പോൾ ആ പഴയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതും കൂടി ഓർമ്മയിലേക്ക് വന്നു. അപ്പോൾ ഇത്രയും സമയം ഭക്തർക്ക് വേണ്ടിയും, അപ്പോൾ ഹരിയാണനെ എല്ലാവർക്കും അറിയാമെങ്കിലും ഈ ചരിത്രങ്ങളൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഭഗവാനെക്കുറിച്ച് ഇത്രയും പറയുകയും
ഇത്രയും സമയം ചെലവഴിക്കുകയും ചെയ്ത ഹരിയാണന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.